ദൃശ്യങ്ങളിൽ കുറച്ച് കാഴ്ചകൾ കാണിക്കാൻ ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. പക്ഷേ ഭക്തരെ 18-ാം പടി കയറ്റിവിടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഴിക്ക് സമീപമുള്ള ആലിന്റെ മൂട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഭക്തർ ഓരോരുത്തരായി വലിയ നടപ്പന്തലിൽ നിന്ന് ആ പടിക്കെട്ട് കയറി 18-ാം പടിക്ക് താഴേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഭക്തർ 18-ാം പടി കയറി അതിനുശേഷം ഈ ഇപ്പോൾ നിൽക്കുന്ന ഭക്തരെ എല്ലാം കയറ്റിവിട്ടതിന് ശേഷമായിരിക്കും മറ്റ് ചടങ്ങുകൾ ഈ 18-ാം പടിക്ക് താഴെ നടക്കുന്ന. നേരത്തെ അനന്തൻ സ്വാമി പറഞ്ഞതുപോലെയുള്ള ചടങ്ങുകളൊക്കെ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതായത് തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കുന്നതിന് തൊട്ട് മുമ്പ് 18-ാം പടിക്ക് താഴെ നടക്കുന്ന ചടങ്ങുകളാണ്. പടിയൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ട്. അത് ശുചീകരിക്കുന്ന ചടങ്ങുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ക്യാമറയിലൂടെ നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരു അല്പസമയം കൂടി കഴിയുമ്പോൾ കാണാൻ കഴിയും. 2:45-നാണ് നട ഇനി തുറക്കുന്നത്. 3 മണിക്കാണ് മകരസംക്രമ പൂജ. അപ്പൊ അതിനു മുൻപേ തന്നെ ആ ചടങ്ങുകൾ 18-ാം പടിക്ക് താഴെയും 18-ാം പടിയിലുമായി നടക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ തിരുവാഭരണ ഘോഷയാത്രയെ എതിരേൽക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടുന്ന് ആളുകൾ പുറപ്പെടുക. അതൊക്കെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ഇനി തിരുവാഭരണം വരുന്ന സമയത്ത്, അതായത് മരക്കൂട്ടത്ത് ശരംകുത്തി വഴി വരുമ്പോൾ അവിടുന്ന് സ്വീകരണം കഴിഞ്ഞ് നേരെ വലിയ നടപ്പന്തലിൽ വന്നിറങ്ങും. വലിയ നടപ്പന്തലിൽ നിന്ന് നേരെ അതുവഴി ഘോഷയാത്രയായി വരുന്ന കാഴ്ച നമുക്ക് മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ആ കാഴ്ച അവിടെ നിന്ന് അവസാനിക്കില്ല. അതുവഴി ആ ആലിന്റെ മൂട്, ഈ ആഴിക്ക് സമീപമുള്ള ആലിന്റെ മൂട്ടിലെ പടിക്കെട്ട് കയറി ഇതുവഴി ഈ ഇപ്പൊ പ്രേക്ഷകർ കാണുന്ന ഈ വഴി കടന്ന് 18-ാം പടി കയറി പോകുന്ന ആ ദൃശ്യങ്ങളൊക്കെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പൊ അതിനുള്ള കാത്തിരിപ്പാണ് ഇനി അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ കാണുന്ന തിരക്ക് ഇവിടെ അവസാനിക്കും. ഇവിടെ എല്ലാവരെയും ഇവിടെ 18-ാം പടി കയറ്റിവിട്ട് ഈ തിരക്ക്, ഭക്തരുടെ ഒരു തിരക്കും ഇവിടെ ഉണ്ടാകാത്ത വിധം ഇവിടെ ക്ലിയർ ചെയ്ത് അതിനുശേഷമായിരിക്കും 18-ാം പടിക്ക് താഴെയുള്ള ആ ചടങ്ങുകൾ നടക്കുക. ഏതായാലും ഹരി പറഞ്ഞതുപോലെ അവിടെ ഇനി ഒരുപാട് ചടങ്ങുകൾ നടക്കാനുണ്ട്. അതിനു മുമ്പ് ഈ സ്വാമിമാരെ മുഴുവൻ പടി ചവിട്ടിച്ച് ഇപ്പോൾ ദർശനം നടത്താൻ പറ്റില്ല. അപ്പോൾ അവരെ വടക്കേ നട സിവിൽ ദർശനത്തിന്റെ ഭാഗത്തേക്ക് ക്യൂവിൽ കയറ്റി നിർത്തും. മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷം, ദീപാരാധന കഴിഞ്ഞതിന് ശേഷം അവരെ കൂടി ഈ ക്യൂവിലേക്ക് കടത്തി ദർശനത്തിനുള്ള, ഇരുമുടിക്കെട്ടുള്ളവർക്ക് മാത്രം ആ ദർശനത്തിനുള്ള അവസരം ഒരുക്കും. ഏതവിളക്കിനെ കുറിച്ചും അയ്യപ്പസ്വാമിയെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ മാളികപ്പുറത്തമ്മയെ മറക്കാതിരിക്കാൻ പറ്റില്ല. മാളികപ്പുറത്തമ്മ അതുകൊണ്ട് ആ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഈ അയ്യപ്പ ഭക്തരെല്ലാം അയ്യപ്പസ്വാമിയെ കണ്ടാൽ പിന്നീട് നേരെ പോകുന്നത് മാളികപ്പുറത്തേക്കാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുള്ളത്. ഒന്ന് മണിമണ്ഡപം, പിന്നീട് മാളികപ്പുറത്തമ്മ. ഭദ്രകാളിയാണ്, മഹാകാളിയാണ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥയാണ്, പരാശക്തിയാണ്, ശിവശക്തിയുടെ ഭാഗമാണ്, അയ്യപ്പസ്വാമിയുടെ മാതൃസ്ഥാനത്ത് തന്നെ. കാരണം മാളികപ്പുറത്തമ്മയാണ്. ഒരുപക്ഷെ പണ്ട് ഒരു കഥയുള്ളത്, ഈ ശബരിമല സന്നിധാനത്ത് അയ്യപ്പസ്വാമിയുടെ തൊട്ട് അരികത്തായി മാളികയുണ്ടായിരുന്നു, ഇരുനില മാളികയുണ്ടായിരുന്നു. ആ മാളികയുടെ ഇരുനിലയിൽ അതിനു മുകളിലുള്ള അമ്മയായിരുന്നു. അവിടെ ദേവിയെ പ്രതിഷ്ഠിച്ച് അവിടെയായിരുന്നു ആരാധന. അതുകൊണ്ടാണ് മാളികപ്പുറത്തമ്മ എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളതൊക്കെ കഥകളാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. പല രീതിയിലുള്ള കഥകൾ. സ്വാമി അയ്യപ്പൻ സിനിമ വന്നതിന് ശേഷമാണ് മാളികപ്പുറത്തമ്മ അയ്യപ്പസ്വാമിയുടെ കാമുകിയായി. എങ്ങനെയായാലും ഭഗവാൻ ഒരു പ്രശ്നമല്ല. കാരണം ഭഗവാന്റെ ഒരു ഭഗവാൻ എന്ന് പറയുന്നത് തത്വമസി ആയതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം. അതെ, ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും ഇത് തത്വമസി. ഇവിടെ വരുന്ന എല്ലാം ഒന്ന് തന്നെയാണ്. നീ ആരെ തേടിയാണോ വരുന്നത്, അത് നിന്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്ന ഈ ലോകത്ത് അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ ഒരു ആചാരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രം, കാനന ക്ഷേത്രം, ഈ ഇത്രയും വലിയ കാടിന്റെ നടുവിലിരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് ഏതാണ്ട് 56 ലക്ഷം പേരെന്നാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അത്രയും ഭക്തന്മാർ വന്ന ഒരു 2 മാസം അത്രയും ഭക്തന്മാർ വന്ന് ഇവിടേക്ക് എത്തണം. ഈ ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യത്തിലേക്ക് വരുന്നവരെല്ലാം ഇവിടെ വരുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, അത് നീയാകുന്നു. തേടി വരുന്നവരുടെ അടുത്ത് ഭഗവാൻ പറയുകയാണ്, അത് നീയാകുന്നു, നീ തേടി വന്നത് നിന്നെ തന്നെയാണ്, ഞാൻ നിന്നിലുണ്ട് എന്നാണ്. അപ്പോൾ അതിനുള്ള ഒരു മുന്നൊരുക്കം, അതിനൊരു വ്രതനിഷ്ഠയുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് വൃശ്ചികം 1-ാം തീയതി മുദ്രയണിയുക എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയും മാലയിടുക എന്ന് പറയും. മാലയിട്ട് കഴിഞ്ഞാൽ സാധാരണ ചില ആൾക്കാർ 11 ദിവസം എടുക്കും, 7 ദിവസം വരുന്ന ആൾക്കാരുടെ. ഇപ്പം ജീവിത ശരീരയുടെയോ അല്ലെങ്കിൽ ജീവിത വേഗം മാറിയനുസരിച്ച് നമ്മുടെയൊക്കെ വ്രതത്തിന്റെ ദൈർഘ്യം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 41 ദിവസം വ്രതമെടുത്ത് വരിക എന്നുള്ളതാണ് ശബരിമല ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത്. ആ സമയത്ത് നമ്മുടെ സാധാരണ നമ്മൾ അവലംബിച്ചു പോകുന്ന ജീവിത രീതികൾ എന്താണോ അതൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ ഉള്ളിലുള്ള കാമക്രോധ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിവെച്ച് നമ്മളൊരു സന്യാസിയായി മാറുകയാണ്. 41 ദിവസം വ്രതമെടുക്കുന്നതോടുകൂടി നമ്മളൊരു സന്യാസിയായി മാറുകയാണ്. അയ്യപ്പന് സമമായി 41 ചെരുപ്പ് ധരിക്കില്ല, അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ കഴിക്കില്ല, മറ്റു ശീലങ്ങൾ ഉണ്ടാവില്ല.
പാടില്ല. അങ്ങനെയൊക്കെ വ്രതം നോറ്റ് ഇവിടേക്ക് വരുമ്പോൾ തത്വത്തിൽ നമ്മൾ ഈ മല ചവിട്ടുമ്പോൾ താഴെ പമ്പയിൽ നിന്ന് നമ്മൾ നീലിമലയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ സമയത്ത് മുതൽ നമ്മളൊരു സന്യാസിയായി ഇരുമുടിക്കെട്ടേന്തി ആ സന്യാസിക്ക് മുന്നിലേക്ക് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരു 41 ദിവസം അങ്ങനെ നമ്മൾ ശാരീരികമായും മാനസികമായും തയ്യാറെടുക്കുമ്പോൾ അത് നമ്മളുടെ ആരോഗ്യത്തിന് കൂടിയാണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും മാലിന്യങ്ങളെയൊക്കെ പുറന്തള്ളുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. അതിനുവേണ്ടി കൂടിയാണ് ഭഗവാൻ ഒരുപക്ഷെ ശബരിമലയിലേക്ക് കെട്ടി വന്ന ആദ്യത്തെ അയ്യപ്പൻ സാക്ഷാൽ ഈ അയ്യപ്പസ്വാമി തന്നെയാകും. പുലിപ്പുറത്തിരിക്കുന്ന വില്ലാളി വീരനായ അയ്യപ്പസ്വാമി തന്നെയാകും. അവിടെ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ ഭഗവാനെ കാണാനാണ് പിന്നുള്ളവരെല്ലാം. എങ്ങനെയാണോ അയ്യപ്പസ്വാമി ധർമ്മശാസ്താവിന്റെ അടുത്തേക്ക് ഇരുമുടിക്കെട്ടും കെട്ടി പള്ളിക്കെട്ടും കെട്ടി ഈ കാനനത്തിലൂടെ സഞ്ചരിച്ച് ഈ ധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ചത്, ആ വിലയം പ്രാപിച്ച അവരുടെ ആദ്യത്തെ അയ്യപ്പസ്വാമിയെ കാണാനാണ് ബാക്കിയുള്ള അയ്യപ്പന്മാരെല്ലാം എല്ലാ വർഷവും കെട്ടുകെട്ടി വരുന്നത്.